ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂഷൻ ആണ്. അതായത് നമ്മൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2024 വർഷത്തിൽ നമ്മുടെ 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തി ക്ലാസ് സീരീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ 10th, ഇപ്പോൾ +2 ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സും കൂടി കഴിയുമ്പോൾ നമ്മൾ 10th ലെവലിലെ ക്വസ്റ്റ്യൻസും കൂടി കഴിയും. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീപ്പായിട്ട് അത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അത് മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് ആക്കി ചെയ്യാം. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്നത്? ഏതാണ് അത്? ജനനി ജന്മരക്ഷയാണ്. എന്താണ് ജനനി ജന്മരക്ഷ? കല്ലേൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കല്ലേൽ പൊക്കുടൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് അത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് കല്ലേൽ പൊക്കുടൻ പ്രസിദ്ധനായത്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? തെളിനീരൊഴുകും നവകേരളം പദ്ധതി നിങ്ങൾ എന്താന്ന് മാത്രം എല്ലാം വായിച്ചു നോക്കണ്ട, പഠിച്ചു വെക്കുക. തെളിനീരൊഴുകും നവകേരളം സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളും മാലിന്യമുക്തമാക്കാനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഏതാണ് ഒന്നായി മുന്നേറാം? എവിടെയാണ്? കുടുംബശ്രീ. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? ഒന്നായി മുന്നേറാം. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുള്ള നില നഷ്ടപ്പെടുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഏതാണ്? പാർക്കിൻസൺ രോഗമാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തിരിച്ചുണ്ടായിരുന്നു. അതായത് ഏത് നാഡീയ പ്രക്ഷേപത്തിന്റെ കുറവ് മൂലമാണ് പാർക്കിൻസൺ രോഗം വരുന്നത് എന്നുള്ളത്. അത് ഏതാണ്? ഡോപ്പമിൻ ആണ്. അപ്പൊ എന്താണ് ഡോപ്പമിൻ? പാർക്കിൻസൺ രോഗമാണ്. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഈ ടിന്ന്, മൈക്ക് അതിൻ്റെയൊക്കെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് എന്താണ്? കൽക്കരി ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ഉണ്ടാകുന്നവർക്കാണ്. അപ്പൊ ഏതാണ്? സോറിയാസിസ്. ത്വക്കിന് വരുന്ന രോഗമാണ് സോറിയാസിസ്. അപ്പൊ സോറിയാസിസ് ആണ് എന്താ? തൊഴിൽ ജന്യ രോഗം അല്ലാത്തത്. മനുഷ്യശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കളാണ് ഏതൊക്കെ? മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലും. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. കണ്ണുപൂട്ടി പഠിക്കുന്നവരെല്ലാവരും കണ്ണുപൂട്ടി എഴുതും അല്ലെ? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിങ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. നിശബ്ദ വസന്തം എഴുതിയതാര്? റേച്ചൽ കാസൺ. എന്തിനെതിരെയാണ്? DDT ആണ്. ഈ ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നത്? അമേരിക്കയിൽ DDT നിരോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാ? സ്ഥൂലധാതു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ വേണ്ടതിനെയാണ് നമ്മൾ സ്ഥൂലധാതു. അതായത് സ്ഥൂലധാതുക്കളുമുണ്ട്, എന്ത്? സൂക്ഷ്മധാതുക്കളുമുണ്ട്. സൂക്ഷ്മധാതുക്കളുമുണ്ട്. ഓക്കെ, സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാൽഷ്യം, അതേപോലെ പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. ഇതാണ് നമ്മുടെ സ്ഥൂലധാതുക്കൾ. അതേ കൂട്ടത്തിൽ വരുന്നതാണ്. കാൽഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, പിന്നെ വരുന്നത് ഫോസ്ഫറസ് ഉണ്ട്, പിന്നെ ഏതാണ്? മഗ്നീഷ്യം ഉണ്ട്. ഇതൊക്കെ സ്ഥൂലധാതുക്കളിൽ വരുന്നതാണ്. ഇനി കുറഞ്ഞ അളവിൽ സൂക്ഷ്മധാതുക്കൾ എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ വേണ്ടത് കോപ്പർ, അതേപോലെ അയണ്, അതേപോലെ സിങ്ക്, പിന്നെ വരുന്നത് മാംഗനീസ്, അയഡിൻ, ഫ്ലൂറിൻ. ഇതൊക്കെ എന്താണ്? കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിൽ മതി. കൂടിയ അളവിൽ വേണ്ടത് ഏതൊക്കെയാണ്? അപ്പോൾ കാൽഷ്യം, പൊട്ടാസ്യം, അതേപോലെ തന്നെ ഏതാണ്? നമ്മുടെ സോഡിയം, പിന്നെ എന്താണ്? മഗ്നീഷ്യം ഉണ്ട്, പിന്നെ എന്താണ്? ക്ലോറൈഡ് ഉണ്ട്, പിന്നെ ഉള്ളത് സൾഫർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എന്താണ്? കുറഞ്ഞ അളവിൽ
കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. ഇത് കൂടുതലും ഇതെന്താണ് കുറഞ്ഞ അളവിലുമാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. സ്ഥൂലധാതുക്കളും സൂക്ഷ്മധാതുക്കളും. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? വിദ്യാഭ്യാസ ധനസഹായമാണ്. അത് സ്നേഹപൂർവമാണ്. പുൽമേടുകളും വന്യജീവികളും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണം സഹകരിക്കാനായിട്ട് WHO-യുമായിട്ട്. ഏതാണ്? NIIMH ഹൈദരാബാദാണ്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ പ്രൈസ് നേടിയത് ആരാണ്? കാറ്റലിൻ ക്യാരിക്കോ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? അത് കുനോ നാഷണൽ പാർക്കിലാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? ശലഭമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡിയാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും പരസ്പര വിരുദ്ധമാണ്. അതായത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിന്റെ അളവ് കുറയും, ഗ്ലൂക്കഗോണിന്റെ അളവ് കൂടും. അതേപോലെ തന്നെ ഇത് ഞാൻ ലാസ്റ്റ് ഇതിന്റെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്, ഞാനപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഇൻസുലിന്റെ അളവ് കൂടുകയും ഗ്ലൂക്കഗോണിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? ഇത് ഓപ്പോസിറ്റ് ആണ്. അതേപോലെ തന്നെയാണ് കാൽസിറ്റോണിനും പാരാതെർമോണും. കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുമ്പോഴേക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുമ്പോഴേക്കും അത് അളവ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാണ് എന്തുള്ളത്? കാൽസിറ്റോണിനുള്ളത്. എങ്കിൽ പാരാതെർമോൺ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തില് കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ കാൽഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത്? പാരാതെർമോൺ. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഇത് നമുക്കറിയാം ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണെന്ന്. അപ്പോൾ ഇവിടെ ആൻസർ അല്ലാത്തത് തൈമോസിനും തൈറോക്സിനുമാണ്. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന അസുഖമാണ്. കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയാഘാതം സംഭവിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ADCK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു പോകരുത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ADEK ആണ് കൊഴുപ്പില്. ബിയും സിയുമാണ് എന്ത്? വാട്ടർ സൊല്യൂബിളും മറ്റേതെന്നാണ് ഫാറ്റ് സൊല്യൂബിളും. അപ്പൊ ഇത് തെറ്റാണ്. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഇത് ശരിയായ പ്രസ്താവനയാണ്. എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? വൈറ്റമിൻ D ആണ്. ജീവകം Kയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. തെറ്റല്ലേ? ജീവകം Cയുടെ കുറവ് മൂലമാണ് സ്കർവി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു. മന്ദരോഗം ഏതാണ്? ഫൈലേറിയൽ വിരയാണ്. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? പിത്തരസത്തിലാണ് എൻസൈമുകൾ ഇല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. സെറിബെല്ലം എന്താണ്? ബെല്ലം. സെറിബെല്ലം പറയുന്നത് ശരീരത്തിന്റെ തുലനനില പാലിക്കാനാണ്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ നമ്മൾ പോകും അല്ലെ? തുലനനില, നമ്മുടെ ആ ഒരു തുലനനില ഇല്ലെങ്കിൽ എന്താണ്? നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പോകും. അപ്പൊ സെറിബെല്ലം തുലനനില പരിപാലിക്കുന്നു. ശരിയാണ്. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ ഒക്കെ എന്താണ്? സെറിബ്രമാണ്. ശരിയാണ്. മെഡില്ല ഒബ്ലോങ്കേറ്റ എന്താണ്? അത് ഹൃദയസ്പന്ദനം, നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡില്ല ഒബ്ലോങ്കേറ്റയാണ്. അത് ഇതാണ്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്ത പ്രസ്താവന. സോ ആൻസർ വരേണ്ടത് B 3, 4 ശരിയല്ലാത്ത പ്രസ്താവന. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ. വൈറ്റമിൻ A നിശാന്തതയാണ്. ശരിയാണ്. B1 എന്ന് പറയുന്നത് എന്താണ്? B1ഉം B9ഉം. B1 ആണ് എന്ത്? ബെറിബറി എന്ന് പറയുന്നത്. B9 ആണ് അനീമിയ. വൈറ്റമിൻ D എന്താണ്? റിക്കറ്റ്സ് ആണ്. ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്?
ഓപ്ഷൻ സി ആണ് 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് ഓപ്ഷൻ ബി വൈറസ് ആണ്. വൈറസ് ഡിസീസ് ആണ് എന്ത്? ഹാൻഡ് ഫുട്ട്. ഏകദേശം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ രോഗം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ഇതെല്ലാം പുകവലി മൂലം ഉണ്ടാകുന്നതാണ്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദം. ഓപ്ഷൻ ഡി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏവ? ബാക്ടീരിയ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എലിപ്പനിയ ബാക്ടീരിയ ആണ്, ഡിഫ്തീരിയം ബാക്ടീരിയ ആണ്. ക്ഷയം എന്ന് പറയുന്നത്, ക്ഷയവും എയ്ഡ്സ് ഒക്കെ എന്താണ്? ക്ഷയം ബാക്ടീരിയ ആണ്, പക്ഷെ എയ്ഡ്സ് എന്താണ്? വൈറസ് രോഗമാണ്. വട്ടച്ചൊറി എന്ന് പറയുന്നത് റിംഗ് ബോം ഡിസീസ്, അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. മലമ്പനി നമുക്കറിയാം പ്രോട്ടോസോവയാണെന്നുള്ളത്. അതേപോലെ ഡെങ്കിപ്പനി എന്താണ്? വൈറസ് ആണ്. ചിക്കൻ ഗുനിയും ഒരു വൈറസ് ഡിസീസ് ആണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ. ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് എലിപ്പനിയും ഡിഫ്തീരിയയുമാണ്. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? നയനാമൃതം പദ്ധതി. ഓപ്ഷൻ ബി നയനാമൃതം പദ്ധതിയാണ്. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്? അതേതാണ്? അത് ഓപ്ഷൻ വരൾച്ചയാണ് കേട്ടോ. സ്റ്റാൻഡേർഡൈസേഷൻ പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് വരൾച്ച, SPI പഠിച്ചു വെക്കണേ. ഒന്ന് അതിന്റെ ഫുൾ ഫോമും കൂടി വരൾച്ചയാണ്. ഓപ്ഷൻ ഡി 2 മാത്രമാണ്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് എവിടെയാണ്? അത് IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയാണ്. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി എന്താണ്? നമുക്കറിയാം പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? മിഠായി പദ്ധതി. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാനായിട്ട്. കണ്ണിലെ പ്രകാശഗ്രാഹികൾ എവിടെയായിരിക്കും? ദൃഷ്ടിപടലം അല്ലെ? ദൃഷ്ടിപടലം നമുക്ക് കാണാനാണ്. അപ്പൊ ദൃഷ്ടിപടലത്തിലാണ് എന്തുള്ളത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. ജംന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഈ ജംന പ്യാരി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അത് ആടാണെന്ന്. അങ്ങനെ ഒരു മൂവി തന്നെയുണ്ട്. കുരങ്ങുപനി KFD എന്ന രോഗത്തിന് കാരണമായ രോഗാണു ചോദിച്ചാൽ കുരങ്ങുപനിക്ക് എന്താണ്? വൈറസ് ആണ്. വൈറസ്. എന്താണ് ശരണ്യ പദ്ധതി? ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനുള്ള പദ്ധതിയാണ് ശരണ്യ പദ്ധതി. വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. C സ്കർവി, A ആണെങ്കിൽ നിശാന്തത, D ആണെങ്കിൽ റിക്കറ്റ്സ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യമാണ് സൗദി അറേബ്യ. 2025 നമ്മൾ പറഞ്ഞു അത് കൊറിയയാണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും ഒക്കെയുള്ളതാണ് ആൽഡോസ്റ്റിറോൺ. വിങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? വിങ്ങൽ പ്രതികരണം അത് ഇസ്നോഫിൽ ആണ്. ഇസ്നോഫിൽ. രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വഹിക്കുന്ന കർമ്മ പദ്ധതിയാണ് കർസാപ്പ്. കർസാപ്പിന്റെ ഫുൾ ഫോം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കർസാപ്പ്, കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. എന്നാണ് തുടങ്ങിയതെന്നാണ്? 2018 ഒക്ടോബറിലാണ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? അത് വില്യം ജോഹാൻ കോഫ് ആണ് ആദ്യ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. ആദ്യ കൃത്രിമ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത് ആരാണ്? വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത് ജോസഫ് ഇ മുറേ ആണ്. അപ്പോൾ ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ്. ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്. വില്യം ജോഹാൻ കോഫ് എന്താ ചെയ്തത്? വൃക്കയെ രൂപകൽപ്പന ചെയ്തു.
എന്നിട്ട് അത് എന്ത് ചെയ്തു? ജോസഫി മുറ എന്ത് ചെയ്തു? അത് ശസ്ത്രക്രിയ ചെയ്തു. ക്രിസ്ത്യൻ ബർണാഡ് എന്ത് ചെയ്തു? ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തി. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗമാണ് എന്ത്? സെറിബ്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെറിബ്രം എന്താണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. കോർട്ടെക്സും മെഡുല്ലയും അപ്പൊ ഏതിന്റെ പാർട്ടാണ്? സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഐച്ഛിക ചലനങ്ങൾ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, ഇതൊക്കെ എന്താണ്? സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അടുത്തതാണ് തലാമസ്. എവിടെയാണ് തലാമസ് വരുന്നത്? സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്ത്? ഈ തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയവങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഡ്യൂട്ടിയും ആരുടേതാണ്? തലാമസിൻ്റെതാണ്. നെക്സ്റ്റ് സെറിബെല്ലം. കണ്ടോ, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സെറിബെല്ലം അല്ലെ. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. കണ്ടോ, ഇതാണ്. ഇനി ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില ബാധിക്കുന്നു. നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടായി പോകും സെറിബെല്ലം വർക്കിംഗ് അല്ലെങ്കിൽ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താണ്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ അല്ലെ. എനിക്കിപ്പോ എനിക്ക് കുറച്ചു നേരത്തേക്ക് ഹൃദയം സ്പന്ദിക്കണ്ടെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കോ? നമ്മൾ ചത്തുപോകും അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഇഷ്ടത്തിനോട് നടക്കുന്ന കാര്യങ്ങളാണ് ഐച്ഛിക പ്രവർത്തനം എന്ന് പറയുന്നത്. അനൈച്ഛികം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനൊന്നും പറ്റില്ല. അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അടുത്തത് ഹൈപ്പോ തലാമസ്. എന്താണ്? തലാമസിന് തൊട്ട് താഴെയായി ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം അത് ഫെബ്രുവരി 2 ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? 1992 ആണ്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തത് ഏതാണ്? എബോള. എബോള എന്ന് പറയുന്നത് ഒരു വൈറസ് ഡിസീസ് ആണ് എബോള. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് എന്ത്? മനുഷ്യഹൃദയമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? പെരികാർഡിയം. ശ്വാസകോശമാണെങ്കിൽ പ്ലൂറയാണ്. നിപ്പ അസുഖം. നിപ്പ എന്താണ്? ഒരു വൈറസ് ഡിസീസ് ആണ്. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത്. നമ്മളിത് കുറേ ആയിപ്പോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഒരു 300 സംതിങ് ക്വസ്റ്റ്യൻസോളം ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട്. അത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്, എങ്ങനെയൊക്കെയാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് ഓക്സിജൻ ആണ്. നമ്മളതൊക്കെ പഠിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, CFC ഒക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. മാരകരോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? താലോലം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്തൊക്കെയായിരിക്കാം? വ്യായാമക്കുറവ്. ശരിയാണ് അല്ലെ. സാംക്രമികം. ജീവിതശൈലി രോഗങ്ങൾ ഒരിക്കലും എന്താണ്? പടർന്നു പിടിക്കുന്നതല്ല. അതല്ല. പരമ്പരാഗതം, പാരമ്പര്യമായിട്ടുമല്ല കിട്ടുന്നത്. അമിത ഭക്ഷണം. ഇപ്പൊ ഏതൊക്കെയാണ്? 1ഉം 4ഉം. ഇത് രണ്ടുമാണ് എന്ത്? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത്. ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ഈസ്നോഫിൽ, ബേസോഫിൽ ഒക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ ഏതാണ് ഉൾപ്പെടാത്തത്? ത്രോംബോസൈറ്റ് ആണ്. DNA-യിലെ നൈട്രോജിനിയസ് ബേസുകളിൽ ഉൾപ്പെടാത്തത്. നമ്മൾ നേരത്തെ ചോദിച്ചത് RNA-യിൽ ഉൾപ്പെടാത്തതാണ്. അപ്പൊ ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അഡിനീൻ എന്താണ്? അഡിനീൻ തൈമീനുമായും സൈറ്റോസിൻ ഗുവാനിനുമായിട്ടാണ് DNA-യിൽ എന്ത് ചെയ്യുന്നത്? പെയർ ചെയ്യുന്നത്. RNA-യിലാണെങ്കിൽ തൈമീന് പകരം റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് എന്ത്? യുറാസിൽ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഏതാണ്? DNA-യിൽ ഉൾപ്പെടാത്തത് ചോദിക്കുമ്പോൾ അത് ഏതാണ്? യുറാസിൽ ആണ്.
നിശാന്തത, സിറോഫ്താൽമിയ ഒക്കെ കാരണം എന്താണ്? വൈറ്റമിൻ എ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? വൈറ്റമിൻ എ ആണ്. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താൻ എത്രയാണ്? 300 എല്ല് എന്തായിട്ട് മാറും? 206 ആയിട്ട് മാറും അല്ലെ. 80ഉം 126ഉം അക്ഷാസ്തികൂടവും അനുബന്ധാസ്തികൂടവും. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങൾ ഏതെല്ലാമാണ്? മോണയുടെ ആരോഗ്യം, അതാണ് നമ്മൾ സ്കർവി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഏതാണ്? വൈറ്റമിൻ സി കൂടുതലുള്ള ഇത് വേണം. നെല്ലിക്കയിൽ വൈറ്റമിൻ സി കൂടുതലാണ്, അതേപോലെ മുരിങ്ങയിലയിലും. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ലോല, പയർ, ശരിയാ അല്ലെ. ഹ്രസ്വ, നെല്ല്, സൽകീർത്തി, വെണ്ട, ചന്ദ്രശേഖര എന്താണ്? തെങ്ങിന്റെ ഇനമാണ് എന്ത്? ചന്ദ്രശേഖര. ലക്ഷഗംഗ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന, ഇതൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളെയാണ്. പവിഴപ്പുറ്റുകൾ. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? 56. ഏതാണ്? ഓപ്ഷൻ ഡി 1 മാത്രമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം, പാവലാണ് ചോദിച്ചിരിക്കുന്നത്, അത് പ്രിയങ്കയാണ്. പവിത്ര എന്താണ്? പവിത്ര നെല്ലാണ്. നീലിമ എന്താണ്? വഴുതനയാണ് നീലിമ. മുക്തി എന്താണ്? തക്കാളിയാണ് മുക്തി. ചുവടെ നൽകിയിരിക്കിൽ നിന്നും ശരിയായ പ്രസ്താവന. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രശസ്തനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ആണോ? അല്ല. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ്. തെറ്റാണ്. ഡോക്ടർ സലീം അലി പ്രശസ്ത ഭക്ഷ്യ നിരീക്ഷകനാണ്. ശരിയാണ് അല്ലെ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. തെറ്റല്ലേ? അത് MS സ്വാമിനാഥൻ ആയിരുന്നു. ഓക്കെ അല്ലേ. അപ്പൊ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരേണ്ടത്. മലമ്പനി പകർത്തുന്നത് ആരാണ്? അനോഫിലിസ് കൊതുകുകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ചോദിക്കുമ്പോൾ ഏതാണ് വൈറസ് രോഗം അല്ലാത്തത്? ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ശരിയാണ്. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. അതും ശരിയാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായത് എന്താണ്? ശരീര നിർമ്മിതി, ശരീരത്തിന് ബോഡി ബിൽഡിംഗ് എന്താണ്? നമ്മൾക്കറിയാം, അത് മാംസ്യമാണ് അല്ലെ. മാംസ്യം. ഈ പറയുന്ന ധാന്യകവും കൊഴുപ്പൊക്കെ എന്തിനാണ് ഉള്ളത്? അത് നമ്മുടെ ഊർജത്തിനാണ്. ഊർജം ലഭിക്കാനാണ് ധാന്യകം, കൊഴുപ്പ് ഒക്കെ വരുന്നത്. ജീവകങ്ങൾ എന്തിനാണ്? ജീവൽ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനാണ് ജീവകങ്ങൾ, വൈറ്റമിൻസ് വേണ്ടത് കേട്ടോ. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായത് വൈറ്റമിൻ എ. ബെറിബറി ആണോ? അല്ല. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നിശാന്തത പറയാൻ നമുക്ക് സിറോഫ്താൽമിയ പറയാം. വൈറ്റമിൻ ബി കണ. തെറ്റാണ്. വൈറ്റമിൻ കണ എന്തിനാണ്? വൈറ്റമിൻ ഡി ആണ്, റിക്കറ്റ്സ് അല്ലെ. വൈറ്റമിൻ സി സ്കർവി. ശരിയാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ. എന്താണ്? വൈറ്റമിൻ ഡി ആണ് കണ. വൈറ്റമിൻ സി വരുമ്പോഴേക്കും എന്ത് വരും? സ്കർവി വരും. വൈറ്റമിൻ ബി ആണെങ്കിൽ അത് ബെറിബറി വരും. വൈറ്റമിൻ എ ആണെങ്കിൽ അത് നിശാന്തത വരും. 2024 ലോകാരോഗ്യത്തിന് പ്രമേയമാണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം. മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടുന്ന രോഗാവസ്ഥ, രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്നത്. നോക്കിക്കേ, ഇത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് എന്താണത്? പക്ഷാഘാതമാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്, അതാണ് അമിത രക്തസമ്മർദ്ദം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് എന്ത്? ഹൃദയാഘാതം. കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവർ. അതൊന്ന് നോക്കി വെക്കണേ, ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ് എന്ത്? പ്രമേഹം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. ഇതെല്ലാം എന്താണ്? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ്.
അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് എന്താ ആർദ്രം മിഷൻ. മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ഇത് ആശാഭവൻ. മാനസികാരോഗ്യം ഭേദമായിട്ടുമുള്ളവർക്കാണ് ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര്? JP നഡ്ഡ, ജഗത് പ്രകാശ് നഡ്ഡ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ക്വസ്റ്റ്യൻ കുറെ തവണ ചോദിച്ചിട്ടുണ്ട് ഈ മന്ത്രിയുടെ പേര്. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് കുരങ്ങുപനി. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് A വാക്സിന്റെ പേരാണ് എന്ത്? ഹാവിഷുവർ ആണ് ഹെപ്പറ്റൈറ്റിസ് എക്ക് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ഏതാണ്? അസ്ഥികളുടെ ആരോഗ്യമാണ് ഏതാണ്? വൈറ്റമിൻ D ആണ്. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണ് ഏതാണ്? വനമേഖല എന്ന് പറയുന്നത് നാഷണൽ പാർക്കുകളാണ്. നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ്? വെള്ളായണി ഹ്രസ്വ. വെള്ളായണി ഹ്രസ്വ എന്ന് പറഞ്ഞാൽ അത് കിഴങ്ങ് വർഗമാണ്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. വയറിളക്കം. അത് തന്നെ വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കൽ നിന്നും ശരി ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. അപ്പൊ നമുക്കറിയാം ധമനികൾ എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ധമനികൾ ശുദ്ധരക്തമാണ്. പക്ഷേ അവിടെ എന്തുണ്ട്? ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്തിന്? ശ്വാസകോശ ധമനി എന്താണ്? അശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അശുദ്ധരക്തം. ഓക്കെ, അപ്പൊ എന്താണ്? എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരി ഉത്തരമാണ്. 1 തെറ്റാണ്. അപ്പൊ 1 ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തു. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. സിര എന്ന് പറയുന്നത് എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. പക്ഷേ എന്താണ്? ശ്വാസകോശ സിര എന്താണ്? അത് ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഇതും എന്താണ്? തെറ്റല്ലേ? കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താണ്? ശ്വാസകോശ ധമനി മാത്രമാണ് അശുദ്ധരക്തം വഹിക്കുന്നത്. ഇതും തെറ്റാണ്. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അപ്പൊ ഇതാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി. പ്രസ്താവന 4 ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് ഈ കോളി ബാക്ടീരിയ ആണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അതായത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ ഓൾറെഡി ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈ കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജനത്തിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിയും. അപ്പൊ കൃത്രിമ ബാക്ടീരിയ ഏതാണ്? ഈക്കോളി ബാക്ടീരിയ ആണ്. ആരാണ് നിർമ്മിച്ചത്? കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ഫാക്റ്റ് ആണ്. അതാണ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് എന്തെന്നറിയപ്പെടുന്നത്? വയോമിത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ. വൈറസ് എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ വരേണ്ടത്? അത് ചിക്കൻ ബോക്സ് ആണ്. ഓക്കെ, ചിക്കൻ ബോക്സ് ആണ് വൈറസ് രോഗബാധ എന്ന് പറയുന്നത്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ ആണ്. ഇത് C ആണ്. വന്ധ്യത വൈറ്റമിൻ E ആണ്. നിശാന്തത വൈറ്റമിൻ A ആണ്.
പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, ജീവൻ രക്ഷിക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം വരും അല്ലെ പ്രഥമ ശുശ്രൂഷയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? മാരകമായ വൈറസ് ബാധ, ജനിതക കാരണങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, അനാരോഗ്യമായ ഭക്ഷണശീലം. ഏതാണ് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അല്ലെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ്. അതെന്തായിരിക്കും? അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ക്വാഷിയോർക്കർ ആണ് മാംസ്യത്തിന്റെ കുറവ് മൂലം. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? COVID-19 എന്താണ്? വൈറസ് ആണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണ് എന്ത്? താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോട്ടെല്ല പെർട്ടൂസിസ്. അതായത് പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമ. നമുക്കറിയാം എന്താണ് DPT വാക്സിൻ എന്താണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഈ പെർട്ടൂസിസ് എന്ന് പറയുന്നത് ഏതാണ്? വില്ലൻ ചുമയാണ്. അത് അറിയാവുന്നവർക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ. ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന വാരിസെല്ല റോസ്റ്റർ, അതങ്ങനെ അറിയപ്പെടുന്നത്. അപ്പൊ ഏതാണ്? വാരിസെല്ല വാക്സിൻ ആണ് ചിക്കൻ ബോക്സിന്റെ ഉള്ളത്. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ അമൃത്. ഓക്കെ, ആന്റിബയോട്ടിക് ആണെങ്കിൽ അത് ഓപ്പറേഷൻ അമൃതാണ്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൃദ്രോഗമാണ്. ഏറ്റവും കൂടുതൽ പേർക്കുള്ള ജീവിതശൈലി രോഗം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? പ്രമേഹമാണ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് എന്തെന്നറിയപ്പെടുന്നത്? ശ്രുതി തരംഗം. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അല്ലെ? ഹൃദ്രോഗം, പക്ഷാഘാതം, അമിതവണ്ണം, മലേറിയ. എന്താണ്? മലേറിയയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ഭൂമിയുടെ ശ്വാസകോശമാണ് ആമസോൺ മഴക്കാടുകളെയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന വ്യക്തിയാണ് മന്ദരോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണത്? കൊതുകുകളാണ് അല്ലെ? അപ്പൊ അതേതാണ്? നമുക്കറിയാം ക്യൂലക്സ് കൊതുകാണ് മന്ദരോഗം വരുന്നത്. അനോഫിലിസ് കൊതുകാണ് എന്താ? മലമ്പനി വരുത്തുന്നത്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. മനുഷ്യശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അല്ലെ? ജീവകം ഡി ആണ്. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്നത് എവിടെയാണ്? ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ADH എന്നറിയപ്പെടുന്നത്? അത് വാസോപ്രസിൻ ആണ് ADH, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് തിമിരമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അഥവാ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ചെറുകുടൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വില്ലസുകൾ കാണപ്പെടുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുകുടലിൽ ഇങ്ങനെ എന്താണ്? വിരലുകൾ പോലെ എന്താണ്? വില്ലസുകൾ ഉണ്ടാകും. അതാണ് നമ്മുടെ കൂടുതലായിട്ടും എന്ത് വരുന്നത്? പ്രതല വിസ്തീർണമൊക്കെ കൂട്ടുന്നത് ഈ വില്ലസുകളാണ്. അപ്പൊ ഇതും ശരിയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്? ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്നു. അതായത് ലാസ്റ്റ് നമുക്കറിയാം ജലം മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് എവിടെയാണ്? വൻകുടലാണ്. ജലവും ലവണങ്ങളും ചെറുകുടലിൽ ആഗിരണം ചെയ്ത് ബാക്കി വരുന്ന ജലമാണ് എന്ത് ചെയ്യുന്നത്? വൻകുടലിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. മങ്ങിയപ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടു? മങ്ങിയപ്രകാശത്തിൽ കാണാൻ കഴിയാത്തത് അസുഖമാണ് എന്ത്? നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തത ഏതാണ്? വൈറ്റമിൻ എയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ വനനയം വന്ന വർഷം ഏതാണ്?
1988 ആണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ള, ഒരു വർഷം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതെല്ലാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? 2024 ചോദിച്ചിരിക്കുന്നത്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ക്വസ്റ്റ്യൻ ആണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. 3 പേർക്കായിരുന്നു ലഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി. പ്രോട്ടോസോവ മലമ്പനി നമ്മൾ പഠിക്കുന്നതാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏത്? ഫൈബ്രിനോജൻ. ഓക്കെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് വൈറ്റമിൻ കെ. വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ കെ ആണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെയും മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണെന്ത്? കർസാപ്പ് പദ്ധതി. കർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? ഏതാണ് കോശദ്രവ്യപാത? അതാണ് പ്ലാസ്മോഡെസ്മേറ്റ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശങ്ങളിലേക്ക് കടന്നത്. കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യപാതയിലൂടെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇത് 9th പുതിയ ടെക്സ്റ്റ് ബുക്കാണിത്. ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ തരത്തിലൂടെ. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന അപ്പൊ എന്താണ്? പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതയാണ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന്റെ രോഗകാരിയാണ് നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി ആണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരമാണ് എന്താ? ശ്വാസകോശമാണെങ്കിൽ അത് പ്ലൂറയാണ്. പെരികാർഡിയം എന്താണ്? ഹൃദയമാണ്. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. ഓക്കെ, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. സോറി, ഇതല്ല, ഇത് രണ്ടും. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. ഇത് നമ്മുടെ 9th ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. പോർട്ടൽ സിര എന്ന് പറയുന്നത് കറക്റ്റ് അങ്ങനെ തന്നെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് നമുക്കിവിടെ ശരിയായിട്ട് വരേണ്ടത്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്? അത് നിലമ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്. ഹിമാലയൻ കഴുകൻ. നമ്മൾ നേരത്തെ പോളോപോണി മണിപ്പൂര് 30 ഏക്കർ സ്ഥലം പഠിച്ചിരുന്നു. ഇവിടെ പറയുന്നത് ഹിമാലയൻ കഴുകന്മാരുടേതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? നാഗാലാൻഡ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ചവച്ചരയ്ക്കാൻ ഏതൊക്കെയാണ്? ചർവണകവും അഗ്രചർവണകവും. കോമ്പല്ല് എന്താണ്? ആഹാരം കടിച്ചു കീറാനാണ്. ഉളിപ്പല്ലു എന്താണ്? കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആഹാരം ചവച്ചരയ്ക്കാനാണ്. അത് 2ഉം 4ഉമാണ് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? സൽകീർത്തി എന്തിൻ്റെതാണ്? വെണ്ടയുടേതാണ്. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് COVID-19? എവിടെയാണ്? ചൈനയിലെ വുഹാനിലാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? പ്രമേഹം, പക്ഷാഘാതം, രക്താതിസമ്മർദ്ദം. അതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. ടൈഫോയിഡ് ആണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ആണ് എന്ത്? മാമോഗ്രാം. മാമോഗ്രാം ആണ് സ്തനാർബുദം കണ്ടുപിടിക്കാൻ.
HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. എംപോക്സ് എവിടെയാണ്? മലപ്പുറത്താണ്. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണുവാണ് വിബ്രിയോ അല്ലെ, വിബ്രിയോയാണ്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറാണ് ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാനായിട്ട് വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നഡ്ഡയാണ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് ജീവിതശൈലി രോഗമാണ് അമൃതം ആരോഗ്യമാണ്. അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് മലിനമായ ഭക്ഷണപാനീയങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് പകരുന്നത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന്റെ പേരാണ് MAL. MAL പഠിച്ചു വെക്കുക, കറണ്ട് അഫെയർ ആണ് MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളാണ്. നമുക്കറിയാം നിപ്പ അല്ലെ, വവ്വാലാണ് വരുന്നത്. എംപോക്സ്. അപ്പൊ ഏതൊക്കെ വരും? 1ഉം 3ഉമാണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ശരീര സന്തുലിതാവസ്ഥയാണ്. നമ്മൾ പറഞ്ഞു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് പോകും അല്ലെ. അപ്പൊ ഏതാണത്? സെറിബെല്ലമാണ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ധാന്യകം കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഫാറ്റും വരും. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ശരിയാണ്. നമുക്കറിയാം ആൽഫ കോശവുമുണ്ട് ബീറ്റ കോശവുമുണ്ട്. അതിൽ ബീറ്റയാണ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത്. ഇൻസുലിൻ കരൾ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അവിടെ അങ്ങനെയല്ല നടക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി. ഇവിടുത്തെ റിവേഴ്സ് ഓർഡർ ആണ്. അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? അത് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ. ഓക്കെ, ഇതാണ് സംഭവം. കണ്ടോ? അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഗ്ലൈക്കോജൻ ആക്കുന്നു. ഗ്ലൂക്കഗോൺ ആണെങ്കിലോ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻസുലിൻ്റെ അളവ് ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഓൾറെഡി സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അതേപോലെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഓക്സിജൻ. കണ്ടോ? ഇത് 3ാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി. തെറ്റാണ് നമുക്ക് വേണ്ടത്. ജീവകം എ, വൈറ്റമിൻ എ എന്ന് പറയുന്നത് സിറാഫ്താൽമി അഥവാ സിറാഫ്താൽമിയും വരാം നിശാന്തതയും വരാം. ശരിയാണ്. ജീവകം ഡി റിക്കറ്റ്സ് ആണ്. ജീവകം B1 പെല്ലഗ്ര, സി സ്കർവി ആണെന്നറിയാം. പെല്ലഗ്ര എന്ന് പറയുന്നത് B3 ആണ്. B1ന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അത് ബെറിബെറി ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണുവാണ് വൈറസ്. വൈറസ് ആണ് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായത്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് ആർദ്രം.
പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്താം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ധമനികൾ, എന്താണ് ശുദ്ധരക്തമാണ് വഹിക്കുന്നത്, പക്ഷേ ശ്വാസകോശ ധമനി അശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര, ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സിര എന്ന് പറയുന്നത്, അതായത് ധമനികൾ എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധരക്തമാണ്. പക്ഷേ ശ്വാസകോശ ധമനി എന്താണ്, അത് അശുദ്ധരക്തമാണ്. ശ്വാസകോശ ധമനി. ഇനി സിര എന്ന് പറയുന്നത് എന്താണ്, അശുദ്ധരക്തമാണ്. പക്ഷേ ശ്വാസകോശ സിര എന്താണ് ചെയ്യുന്നത്, അത് ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അപ്പൊ ബി ശരിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. കണ്ടോ, നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതും ശരിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി, ബിയും സിയുമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ, കൊഴുപ്പിൽ ലയിക്കുന്നതിന് നമ്മൾ എങ്ങനെയാ പറയുന്നത്, അടക്ക അല്ലെ, ADEK ആണ് കൊഴുപ്പിൽ. വാട്ടർ ആണെങ്കിൽ ബിയും സിയുമാണ്. അപ്പൊ എ ഉണ്ട്, പിന്നെ ഏതാണ്, ഡി ഉണ്ട്. ഇത് രണ്ടും എന്താണ്, വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പൊ ഇത് രണ്ടും വരില്ല, ബിയും സിയും വരില്ല. കൊഴുപ്പിൽ ലയിക്കുന്നതെന്ന് പറയുമ്പോൾ എയും ഡിയുമാണ്. ഓപ്ഷൻ ഡി, എയും ഡിയുമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക്. പച്ചമുളക് ഏതാണ്, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി ഒക്കെ എന്താണ്, പയറാണ് അല്ലെ. അപ്പൊ ജ്വാലാമുഖിയാണ് പച്ചമുളക്. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത്, ഫിറമോൺ, സൈറ്റോകെനിൻ, ഓക്സിൻ, ഗിബർൽ, ഇതൊക്കെ നമുക്കറിയാം സസ്യ ഹോർമോണുകളാണ്. ഫിറമോൺ എന്ന് പറയുന്നത് എന്താണ്, ബോംബിക്കോള് ഫിറമോണിന് ഉദാഹരണമാണ്. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണം, അതായത് എന്താണ് എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് എക്സിറ്റുവിന് ഉദാഹരണമായിട്ട് വരുന്നത്, ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു. അതായത് അവരെ എന്താണ്, അവരുടെ സാധാരണ ആവാസ വ്യവസ്ഥയിൽ നിന്നും അവരെ എക്സിറ്റ് അടിച്ചു, അവരെ പുറത്താക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ബഹിർതല സംരക്ഷണം. മറ്റേത് എന്താണ്, തൽസ്ഥല സംരക്ഷണവുമാണ്, ഇൻസിറ്റു കൺസർവേഷൻ. അതായത് അവർ എവിടെയാണോ അവർ ജീവിച്ചിരുന്നത് അതേ സ്ഥലം തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് അവരെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ പറയുന്നത്. എക്സിറ്റു എന്ന് പറയുമ്പോൾ എന്താണ്, അവർ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി, എക്സിറ്റ് ചെയ്തു. അപ്പൊ എന്താണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ വരാം. അതേപോലെ തന്നെ ജീൻ ബാങ്ക് ഒക്കെ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. സൂ, അതെല്ലാം എക്സിറ്റു ആണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനാണ്, COVID-19 വാക്സിനാണ്. നിപ രോഗത്തിന് കാരണമായത് എന്താണ്, വൈറസ് ആണ്. ചേരുംപടി ചേർക്കുക. ക്ഷയത്തിന് നമ്മൾ പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് TB. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. 1, 2 ആണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 1, 2 ഉള്ളത് മാത്രം നിർത്തുക, ബാക്കി കട്ട് ചെയ്യുക. ഇനി അറിയാവുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യമാണ് മലമ്പനി എന്ന് പറയുന്നത് പ്രോട്ടോസോവയാണെന്നറിയാം അല്ലെ. ഇതും അറിയാം, മലമ്പനി, പ്രോട്ടോസോവ. അപ്പൊ ഇതും അങ്ങ് കട്ട് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ ആണ്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഏതാണ്, ഡെങ്കിപ്പനി ഒരു വൈറസ് ഡിസീസ് ആണ്. മന്ദരോഗം പരത്തുന്ന കൊതുക്, മന്ത് പരത്തുന്ന ഏതാണ്, ക്യൂലെക്സ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം, വായുവിലാണ് പറഞ്ഞിരിക്കുന്നത്, മീസിൽസ് ആണ്, മീസിൽസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്, ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായത് നമുക്ക് ഇരുമ്പാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയതാരാണ്, എഡ്വേർഡ് ജെന്നർ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്, എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം രക്തസമ്മർദ്ദമാണ്, ഏതാണ്, സ്വിഗ്മോ മാനോമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. കണ്ടോ, ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ് എന്ത്, പ്രമേഹം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്, 1 തെറ്റാണ്. ഇൻസുലിൻ കൂടുന്നതല്ല, ഇൻസുലിന്റെ കുറവ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ്. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. കണ്ടോ, പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും. അപ്പൊ എന്താണ്, 2 ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയല്ലേ. 1 തെറ്റാണെന്നറിയാം. അപ്പൊ 1 ഉള്ളതൊക്കെ കട്ട് ചെയ്തു. 2 ശരിയാണെന്നറിയാം.
അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതും ശരിയാണ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. നോക്കിക്കേ, ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എംഫിസിമ രോഗം ബാധിക്കുന്നത്, എംഫിസിമ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എംഫിസിമ എന്ന് പറയുന്നത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവിനി. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് നമ്മുടെ മോഹൻലാൽ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? മലിനജലത്തിലൂടെയാണ്. മലിനജലത്തിലൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണനാണ്. വി നാരായണൻ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല അല്ലെ ഇതൊക്കെ നടക്കുന്നത്. ഏതാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിപ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ ഇതെല്ലാം വൈറസ് ഡിസീസസ് ആണ്. ഡിഫ്തീരിയ ബാക്ടീരിയൽ ഡിസീസ് ആണ്. മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് എന്ത്? തൈമോസിൻ. തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ. പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ എടുക്കുന്ന വാക്സിൻ ആണ് ഏത്? പോളിയോ. OPV വാക്സിൻ ആണ്. OPV. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. വാൾട്ടർ ജി റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഏത്? പ്ലസന്റ. പ്ലസന്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് എന്ത്? സ്ക്ലീറൻ കൈമ. എല്ലാ ഭാഗത്തും ഒരേപോലെയാണെങ്കിൽ അത് സ്ക്ലീറൻ കൈമയാണ്. ചെറുകുടലിനകത്തെ പോഷകാഗീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത്? വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് എന്ത്? ധമനി. വൃക്കയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ശുദ്ധരക്തമാണ്. അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന എവിടെയാണ്? വൃക്ക. ധമനിയാണ് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത്. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ഓക്കെ, ശരിയല്ലേ? അത് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. സോറി, ഇത് തെറ്റല്ലേ? സിറോഫ്താൽമിയ എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. വൈറ്റമിൻ ബി അല്ല, അവിടെയും വൈറ്റമിൻ എ ആണ്. അതും തെറ്റാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? തിമിരം എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വേണ്ടത് നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. 3ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെ അത് ഉൾപ്പെടുന്ന വിഭാഗമാണ് എന്ത്? മൊണീറ. കിങ്ഡം മൊണീറയാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെയാണ്? നമ്മൾ പറഞ്ഞു സൊമാറ്റോട്രോപ്പിന്റെയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ഭീമാകാരത്വം അതേപോലെ തന്നെ ഒക്കെ നമ്മൾ എന്താണ് സൊമാറ്റോട്രോപ്പിൻ ആ ഒരു വളർച്ചാ ഡിസീസ് പറഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞതാണ്. അതെന്താ വരേണ്ടതെന്ന് നോക്കിക്കേ. അതായത് വളർച്ചയുടെ ഘട്ടത്തില് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വളർച്ചാ ഘട്ടത്തില് എന്തിന്റെ അളവ്? സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ഭീമാകാരത്വം വരുന്നത്. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് എന്താണ്? അത് വാമനത്വം, ഡോർഫിസം ആണ്. എങ്കിൽ വളർച്ചയ്ക്ക് ശേഷം, വളർച്ചയുടെ ആ ഒരു ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുമ്പോൾ മുഖം താടിയിലൊക്കെ അമിതമായിട്ട് വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്തായിരുന്നു? അത് അക്രോമെഗലിയാണ്. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചുമാണ് നടക്കുന്നത്. ആണോ? അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അതും അവിടെയും എന്താണ്? തെറ്റാണ്. ഗ്ലൈക്കോസിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു.
അതും തെറ്റാണ്. ഗ്ലൈക്കോസിസിന്റെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഇവിടെ ഇത് മാത്രമാണ് ശരിയായിട്ട് വരേണ്ടത്. നമുക്ക് നോക്കാതെ കണ്ടോ, ഇതാണ് സംഭവം. കോശശ്വസനത്തിലെ ഒന്നാം ഘട്ടം എന്നറിയപ്പെടുന്ന പേരാണ് എന്താ, ഗ്ലൈക്കോലിസിസ് അല്ലെ. ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോലിസിസ്. അവിടെ എത്രയാണ്, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. അതല്ലേ ഈ സ്റ്റേറ്റ്മെന്റ്, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. അവിടെയാണ് 2. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. കണ്ടോ, ഗ്ലൈക്കോസിസിന് ഇവിടെ ഓക്സിജൻ ആവശ്യമാണെന്നാണ് പറഞ്ഞത്. തെറ്റാണ്. ഗ്ലൈക്കോസിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ, 28 ആണോ? അല്ല, 2 ATP തന്മാത്രയാണ്. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം എവിടെയാണ്, കോശത്തിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, കണ്ടോ, ആദ്യഘട്ടം കോശദ്രവ്യമാണ്, അത് ഓക്കെ. പക്ഷെ രണ്ടാം ഘട്ടം എവിടെയാണ്, മൈറ്റോകോൺട്രിയയിലാണ്. രണ്ടാം ഘട്ടത്തിന്റെ പേരാണ് എന്ത്, ക്രെബ്സ് പരിവൃത്തി. കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടം ക്രെബ്സ് പരിവൃത്തി മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറുവിക് ആസിഡ് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. ഇനി 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഈ പ്രവർത്തന ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ കോശശ്വസനം എന്ന് പറയുന്ന സെല്ലുലാർ റെസ്പിറേഷന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് ഘട്ടത്തെ പറയുന്ന പേരാണ് ഗ്ലൈക്കോലിസിസ്. അവിടെ എന്താണ്, ഒന്നാം ഘട്ടമാണ് പൈറുവിക് ആസിഡ്, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ അവിടെ എന്താണ്, ഓക്സിജൻ ആവശ്യമില്ല. ക്രെബ്സ് പരിവൃത്തിയാണെങ്കിൽ സെക്കൻഡ് ഫേസ് ആണ്. അവിടെ എന്താണ്, മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. പൈറുവിക് ആസിഡ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അവിടെ എന്താണ്, ഓക്സിജൻ ആവശ്യമാണ്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വിട്രിയസ് ദ്രവം എവിടെയാണ്, അത് കണ്ണിലാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ 10th ലെവലിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയുള്ള ഒരു പാർട്ടും കൂടി വീഡിയോ കാണും ഈ ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം അതിൽ അത്യാവശ്യം എല്ലാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കൊണ്ട് തന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്